ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിന് നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെതിരെ മല്ലടിച്ചു നിൽക്കുന്ന സ്വഭാവമുള്ളവരാണോ, പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്ന സ്വഭാവമുള്ളവരാണോ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 51-ാം വചനത്തിൽ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ്. പരിശുദ്ധരായ സ്തേഫാനോസ് ഷമ്മാസൻ ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു മനോഹരമായ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ആ ജനത്തോട്, ന്യായശാസ്ത്രിമാരോട്, പരീശന്മാരോടൊക്കെയായി സ്തേഫാനോസ് ഷമ്മാസൻ പരിശുദ്ധാത്മാ നിറവിൽ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവിനെതിരെ മറുനിലച്ചു നിൽക്കുന്ന, എതിർത്തു നിൽക്കുന്ന സ്വഭാവമുള്ളവരാണ്. നമുക്കും ഈ പരിശുദ്ധാത്മാവിനെതിരെ മറുത്തു നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? എങ്ങനെയാണ് ഈ മറുത്തു നിൽക്കുന്ന മനോഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഒന്ന്, വചനത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ഹൃദയം, ദൈവവചനത്തെ സ്വീകരിക്കാത്ത ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ, ചില തിരുത്തലുകൾ ആവശ്യപ്പെടുമ്പോൾ, വചനം ആവശ്യപ്പെടുമ്പോൾ അതിനെ കാര്യമായി ഗണിക്കാതെ അതിനെ പാടെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുകയാണ്. രണ്ട്, ആത്മാവിന്റെ പ്രേരണകളെ നിരസിച്ചാൽ, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പ്രേരണ നൽകുമ്പോൾ അതിനെ പാടെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പരിശുദ്ധാത്മാവിനെതിരെ മറുതലിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, അഹങ്കാരം, ഞാനെന്ന ഭാവം. എനിക്കെല്ലാം അറിയാം, എന്നെ കവിഞ്ഞൊന്നുമില്ല എന്ന ചിന്ത, എന്നെ ആരും ഭരിക്കണ്ട, എന്നെ ആരും നിയന്ത്രിക്കണ്ട എന്നൊക്കെയുള്ള ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പരിശുദ്ധാത്മാവിനെതിരെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുക എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണോ, പരിശുദ്ധാത്മാവിനെ എതിർക്കുന്ന വ്യക്തിയാണോ എന്നൊന്ന് ചിന്തിക്കുക. എതിർക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി പിൻചെല്ലുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. വിശുദ്ധനായ ഐസക്, സുറിയാനിക്കാരനായ ഐസക്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ റൂഹായെ എതിർക്കുന്നത് ദൈവസ്നേഹത്തിന്റെ വെളിച്ചം അടയ്ക്കലാണ്. ഹൃദയം കഠിനമാകുമ്പോൾ ആത്മാവ് മിണ്ടാതാവും. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് തടയുന്നതാണ് പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം പാപം ചെയ്ത് കഠിനമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ മൗനമായിരിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വരങ്ങൾക്ക് കാതോർക്കാം, ദൈവസ്വരങ്ങൾക്ക് കാതോർക്കാം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.